അടുത്തതായിട്ട് ചെയ്യുക ഏഴാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഹോൾ ബൈ 1 പ്ലസ് കോസ് എക്സ് എന്നാണ് ചോദ്യം. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ LHS എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഇതാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഹോൾ ബൈ 1 പ്ലസ് കോസ് എക്സ് ആണ്. സോ ഇവിടെ 1 മൈനസ് കോസ് എക്സിൻ്റെയും അതുപോലെ 1 പ്ലസ് കോസ് എക്സിനും പകരം നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. 1 മൈനസ് കോസ് എക്സിന് നമ്മൾ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നും 1 പ്ലസ് കോസ് എക്സിന് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നുമാണ് ഇക്വേഷനിൽ പഠിച്ചത്. സോ എന്ത് ചെയ്യുക, ആ രണ്ട് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മുകളിലുള്ള 1 മൈനസ് കോസ് എക്സിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നും താഴെയുള്ള 1 പ്ലസ് കോസ് എക്സിന് പകരം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ മൈനസ് ആണെങ്കിൽ സൈൻ ആയിരിക്കും വരിക, പ്ലസ് ആണെങ്കിൽ കോസ് ആയിരിക്കും വരിക. അപ്പോൾ ആ രണ്ട് വാല്യൂസ് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ മുകളിലുള്ള 2ഉം താഴത്തെ ഒരു 2 കൊണ്ട് കട്ടായിപ്പോയി. ബാക്കി സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നാണ് വരിക. സോ സൈൻ ബൈ കോസിൻ്റെ വാല്യൂ ടാൻ ആയതുകൊണ്ട് ഇവിടെ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നായിരിക്കും വരിക. സോ ടാൻ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറും ഈ ഒരു റൂട്ടും കൂടെ ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഉള്ളത് ടാൻ എക്സ് ബൈ 2 ആയിരിക്കും. സോ ഇന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്നാണ്. സോ വീണ്ടും പറയാം, ടാൻ ഇൻവേഴ്സും ടാനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം ക്യാൻസലായി പോവും. ബാക്കി അവിടെ ഉണ്ടാകുക എക്സ് ബൈ 2 മാത്രമാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷന് പകരം, രണ്ട് വാല്യൂസിന് പകരം നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞ ഇക്വേഷൻസാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുക 9ാമത്തെ ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ചോദ്യം. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനകത്തുള്ള ലെഫ്റ്റ് സൈഡ് ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ഇവിടെ റൂട്ടിനകത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉള്ളത് കൊണ്ട് എക്സിന് നമ്മൾ എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇങ്ങനെ ഒരു ടേം വന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, എക്സിന് എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ എക്സിന് പകരം എല്ലാം എന്ത് ചെയ്യുക, എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് മുകളിൽ എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. ആദ്യത്തെ എക്സിന് പകരം എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബാക്കി വീണ്ടും എക്സ് സ്ക്വയർ ആണുള്ളത്. സോ എക്സിന് എ സൈൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. സോ എക്സ് സ്ക്വയറിന് പകരം എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുത്തു. നോക്കുകയാണെങ്കിൽ താഴെ ഈ ടേമിൽ ഒരു എ സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഒരു എ സ്ക്വയർ ഉണ്ട്. സോ ഈ രണ്ട് ടേമിൽ നിന്നും ഒരു എ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നായിരിക്കും വരിക. അപ്പോൾ നമുക്ക് കിട്ടിയത് ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ടൈമാണ്. വീണ്ടും ടാൻ ഇൻവേഴ്സ് ഇൻറ്റു മുകളിലെ എ സൈൻ തീറ്റ മാറ്റമൊന്നുമില്ല. അതുപോലെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു എ സ്ക്വയർ ഉണ്ട്. ഈ എ സ്ക്വയർ റൂട്ടിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ എ എന്നാവും. ബാക്കി റൂട്ടിനകത്തുള്ളത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അവിടെ ആലോചിക്കേണ്ടത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണ്. ആ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യാം, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ ഈ ഒരു ഇക്വേഷൻ മാറിയിട്ട് എ ഇൻറ്റു റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു എയും കട്ടായിപ്പോയി. ബാക്കി മുകളിൽ സൈൻ തീറ്റയുണ്ട്, താഴെ കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് വന്നേക്കുകയാണ്. സോ ഈ ഒരു സ്ക്വയറും റൂട്ടും ക്യാൻസലായി പോയിട്ട് താഴെ കോസ് തീറ്റ എന്ന് മാത്രം വരും. ബാക്കി സൈൻ ബൈ കോസ് ആണ് അവിടെ ഉള്ളത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ബൈ കോസിൻ്റെ വാല്യൂ ടാൻ ആണ്, ടാൻ തീറ്റ എന്ന് കിട്ടും. സോ ലാസ്റ്റ് കിട്ടിയത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്നാണ്. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടിയത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്നാണ് കിട്ടിയത്. വീണ്ടും ആലോചിക്കുക, ടാൻ ഇൻവേഴ്സും ടാനും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം ക്യാൻസലായി പോവും. ബാക്കി ഇവിടെ ഉള്ള ഒരു വാല്യൂ തീറ്റ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടി. ഇനി വീണ്ടും നമ്മൾ കൊടുത്തത് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ അതിൽ നിന്നും തീറ്റയുടെ വാല്യൂ എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആയിരിക്കും. അതായത് ആദ്യമേ ഇവിടുന്ന് തീറ്റ ഈ സൈൻ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ബാക്കി ഇവിടെ ഒരു എ കൂടെ ഉണ്ട്. എ എന്ത് ചെയ്യുക, അവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നായിരിക്കും വരിക തീറ്റയുടെ വാല്യൂ. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയാം.
അടുത്തായിട്ട് നമ്മൾ ചെയ്യാം 10ാമത്തെ ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് 3a² മൈനസ് x³ ഹോൾ ബൈ a³ മൈനസ് 3a² എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ നമ്മൾ x = a ടാൻ തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ക്വസ്റ്റിൻ്റെ LHS ഇതായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്തെല്ലാം എക്സിന് പകരം a ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 3a³ ടാൻ തീറ്റ, അതായത് ഇവിടെ എക്സിന് പകരം a ടാൻ തീറ്റ വരുമ്പോൾ a × a² a³ എന്ന് വരും, ബാക്കി ടാൻ തീറ്റ അതുപോലെ മൈനസ് വീണ്ടും ഇവിടെ എക്സിന് പകരം a ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ a³ ടാൻ ക്യൂബ് തീറ്റ എന്ന് വരും, താഴെ വീണ്ടും a³ അതുപോലെ മൈനസ് വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ 3a ഈ എക്സിന് പകരം ടാൻ തീറ്റ a ടാൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ a² ടാൻ സ്ക്വയർ തീറ്റ എന്നാണ്. സോ a² × a ആണ് ഇവിടെ a³ ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സിന് പകരം എല്ലായിടത്തും a ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു a³ ഉണ്ട്, ഈ ടേമിൽ ഒരു a³ ഉണ്ട്, അതുപോലെ താഴത്തെ 2 ടേബിളും കോമൺ ആയിട്ടൊരു a³ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് ഒരു a³ പുറത്തെടുത്ത് വെക്കുക, അതുപോലെ താഴെ നിന്ന് എന്ത് ചെയ്യുന്നു, 2 ടേമിൽ നിന്ന് ഒരു a³ കോമൺ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാ a³ ക്യാൻസലായിപ്പോയി. സോ ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നതാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 - 3 ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടാൻ 3 തീറ്റയുടെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സോ ഈ കിട്ടിയിരിക്കുന്ന 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 - 3 ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടാൻ 3 തീറ്റയുടെ എക്സ്പാൻഷനാണ്. സോ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പകരം നമുക്ക് ഇത്രയും ടേമിന് പകരമായിട്ട് ടാൻ 3 തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 തീറ്റ എന്ന് വരും. സോ വീണ്ടും ഇവിടെ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസലായി പോയിട്ട് ബാക്കി ഇവിടെ ഉള്ളത് 3 തീറ്റയാണ്. സോ = 3 തീറ്റ എന്ന് എഴുതാം. വീണ്ടും നമുക്കിവിടെ 3 × തീറ്റയുടെ വാല്യൂ വീണ്ടും തിരിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യമേ എക്സിന് കൊടുത്തത് x = a ടാൻ തീറ്റ എന്നാണ്. അതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ ടാൻ അപ്പുറം പോയി കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x/a എന്ന് വരും. a അപ്പുറം പോയി ഡിവൈഡ് ചെയ്യാം. സോ അവിടുന്ന് തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് x/a ആണ്. സോ വാല്യൂ ഇവിടെ വീണ്ടും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 3 × ടാൻ ഇൻവേഴ്സ് x/a എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയാം. അപ്പോൾ അത് ചെയ്ത് നോക്കുക. നമ്മൾ അടുത്തായിട്ട് ചെയ്യാം 11ാമത്തെ ചോദ്യമാണ്. സോ 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകത തന്നിരിക്കുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 11ാമത്തെ. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്, 2 ടേമൊക്കെ ഉണ്ട്. സോ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും അകത്തുള്ള ഈ ഒരു ബ്രാക്കറ്റ് വേണം ആദ്യമേ സോൾവ് ചെയ്യാൻ. സോ ഈ ഒരു ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇത് സോൾവ് ചെയ്ത് അങ്ങോട്ട് എത്തുക. സോ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. സോ ഇവിടെ ഏറ്റവും അകത്തുള്ള ടേം 2 സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ ആണ് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ സൈന് ഏത് ആംഗിളിലാണ് 1/2 വരിക എന്ന് നോക്കുക. അതാണ് സൈൻ ഇൻവേഴ്സ് 1/2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈന് ഏത് ആംഗിളിലാണ് 1/2 വരിക എന്ന് വെച്ചാൽ π/6 സോ സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ π/6 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ടേമിന് വരും സൈൻ ഇൻവേഴ്സ് 1/2ന് പകരം നമ്മൾ എന്ത് ചെയ്തു, അവിടെ π/6 എന്ന് കൊടുത്തു. സോ ബാക്കി ടേമെല്ലാം അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് 2 cos 2 × π/6 എന്ന് വന്നു. സോ ഇവിടുന്ന് ഒരു 2ഉം 6ഉം കട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ ഒരു 3 എന്ന് വരും. സോ ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് 2 cos π/3 എന്ന് കിട്ടും. സോ വീണ്ടും നോക്കുക, ടാൻ ഇൻവേഴ്സ് 2 × cos π/3 ആണ് അടുത്ത ടേം. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കേണ്ടത് cos π/3യുടെ വാല്യൂ ആണ്. cos π/3യുടെ വാല്യൂ 1/2 ആണ്. സോ വീണ്ടും ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × 1/2 എന്നായിരിക്കും വരിക. വീണ്ടും ഇവിടുന്ന് ഒരു 2ഉം കട്ടായി പോയാൽ ബാക്കി വരിക ടാൻ ഇൻവേഴ്സ് 1 എന്നാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1ൻ്റെ അർത്ഥം ഇതാണ്, ടാനിന് ഏത് ആംഗിളിലാണ് 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടുക നോക്കുക. ടാനിന് 1 വരുന്നത് π/4 സോ ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ π/4 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുക 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോട്ട് ടാൻ ഇൻവേഴ്സ് a പ്ലസ് കോട്ട് ഇൻവേഴ്സ് a എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോട്ട് ടാൻ ഇൻവേഴ്സ് a പ്ലസ് കോട്ട് ഇൻവേഴ്സ് a എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന റൂൾ ഇതാണ്. നമ്മളൊരു പ്രോപ്പർട്ടിയിൽ നമ്മുടെ ഇൻവേഴ്സ് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു പോയിൻ്റ് ആയിരുന്നു
ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ π/2 ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എക്സിന് പകരം എ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എയുടെ വാല്യൂ π/2 ആണ്. അപ്പോൾ വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയറക്റ്റ് ഈ ഒരു ടേമിന് പകരം π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇതാണ്. അതായത് ഇവിടുന്ന് ആ ഒരു ഇക്വേഷനിൽ തന്നെയാണ് നമ്മുടെ എഴുതിയിരിക്കുന്ന അതേ ഇക്വേഷനിൽ നിന്ന് കോട്ട് ഇൻവേഴ്സ് എയുടെ വാല്യൂ എന്താണ്, π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എ എന്ന് വരും. അതായത് നമ്മൾ എഴുതിയ ആ പോയിന്റിൽ നിന്ന് തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ആണ് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയാം. സോ ആ ഒരു വാല്യൂ ഇവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആദ്യത്തെ കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ, അതുപോലെ ബാക്കിയുള്ള ഈ ഒരു കോട്ട് ഇൻവേഴ്സ് എക്ക് പകരം π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരു പ്ലസ് ടാൻ ഇൻവേഴ്സ് എയും മൈനസ് ടാൻ ഇൻവേഴ്സ് എയും ക്യാൻസലായിപ്പോയി. ബാക്കി അവിടെ ഉള്ളത് π/2 ആണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ കോട്ട് π/2 എന്നായിരിക്കും വരിക. ഇനി കോട്ട് π/2ൻ്റെ വാല്യൂ 0 വേണം. അതായത് കോട്ട് π/2 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ടാൻ π/2ൻ്റെ വാല്യൂ ആലോചിച്ചാൽ മതി. ടാൻ π/2 എന്ന് പറയുമ്പോൾ ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ കോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അതായത് 1/∞ എന്ന് വരും. 1/∞ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ടാണ് കോട്ട് π/2ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടിയത്. സോ അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുക. ഒന്നുകിൽ ഇവിടെ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷന് പകരം π/2 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വേണ്ടി എന്ത് ചെയ്യുക, ആ ഇക്വേഷനിൽ നിന്നും കോട്ട് ഇൻവേഴ്സ് എയുടെ വാല്യൂ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എ ആണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരിക. സോ അതിൻ്റെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതി ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുക 15ാമത്തെ ക്വസ്റ്റ്യനാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് x-1/x-2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x+1/x+2 ഈക്വൽ ടു π/4 ആണെങ്കിൽ ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് x-1/x-2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x+1/x+2 ഈക്വൽ ടു π/4 എന്നാണ്. സോ നമ്മുടെ LHS നോക്കുകയാണെങ്കിൽ ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോമിലാണ്. ഇത്രയും ടീമിന് പകരം എക്സ് എന്നും ഈ ഒരു ടീമിന് പകരം വൈ എന്നും എടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോമാണ്. സോ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് x+y/1 - xy എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ. സോ ആ ഒരു ഇക്വേഷനകത്ത് എക്സിന് പകരം ഈ ഒരു ടീമും വൈക്ക് പകരം ഈ ഒരു ടീമും കൊടുത്ത് എഴുതിയേക്കാണ്. സോ ടാൻ ഇൻവേഴ്സ് x+y/1 - xy അവിടെ ഇക്വേഷനകത്ത് വാല്യൂ എടുത്തേക്കാണ് ഈക്വൽ ടു റൈറ്റ് സൈഡ് π/4 അതുപോലെ. ഇനി എന്ത് ചെയ്യുക, മേളിലൊന്ന് ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. താഴെ അതുപോലെ ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ഇതേപോലെ ആയിരിക്കും. ടാൻ ഇൻവേഴ്സ് x-1 × x+2 പ്ലസ് x+1 × x-2 ഹോൾ ബൈ താഴെ കിട്ടുന്നത് ഈ ടേം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x² - 4 മൈനസ് x² - 1 ഈക്വൽ ടു π/4 എന്നായിരിക്കും കിട്ടുക. ഇനി വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ x × x² എന്ന് കിട്ടും. x × 2 2x -1 × x -x -1 × 2 -2 എന്ന് വരും. നടുക്ക് പ്ലസ് വീണ്ടും എന്ത് ചെയ്യുക, ഈ രണ്ട് ടൈമിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ x × x x², x × -2 -2x 1 × x x 1 × -2 -2 എന്ന് വരും. താഴെ എന്ത് ചെയ്യുക, ആദ്യത്തെ x² - 4 അതുപോലെ ബാക്കി ഒരു മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ -x² + 1 എന്ന് കിട്ടും. സോ ഈക്വൽ ടു ഇവിടെ ടാൻ ഇൻവേഴ്സ് എന്ത് ചെയ്തു, റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടാൻ എന്നാവും. സോ റൈറ്റിൽ വന്നത് ടാൻ π/4 എന്ന് വന്നു. സോ ഇവിടുന്ന് ബാക്കി ടേമുകളെല്ലാം കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി വരിക x² + x² 2x² എന്നും ബാക്കി ഒരു -2 ആഡ് ചെയ്താൽ -4 കിട്ടും. ബാക്കി ടേമെല്ലാം കട്ടായിപ്പോയി. താഴെ ഇവിടുത്തെ x² x² കട്ടായി പോയാൽ -4 + 1 -3 വരും ഈക്വൽ ടു ടാൻ π/4ൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്കങ്ങനെ കിട്ടി. വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു -3 കൊണ്ട് ഇപ്പുറം കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ -3 ആയി. ബാക്കി ഈ ഒരു -4നെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ അത് +4 എന്ന് കിട്ടും. സോ അവിടുന്ന് 2x² വാല്യൂ നിങ്ങൾക്ക് കിട്ടുക -1. സിംപ്ലിഫൈ ചെയ്താൽ 4 - 3 1 എന്നായിരിക്കും കിട്ടുക. സോ അതിൽ നിന്ന് x² വാല്യൂ കിട്ടുന്നത് 1/2 എന്നും അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ +or -1/√2 ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യുക 16ാമത്തെ ചോദ്യമാണ്.
സോ ഇവിടെ 16 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് സോൾവ് ചെയ്ത് അതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 16. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റിനകത്ത് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ആണ് ഉള്ളത്. നമുക്കറിയാം സൈൻ ഇൻവേഴ്സും സൈനും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം ക്യാൻസലായി പോവും. സോ ബാക്കി ഇവിടെ വരിക 2π/3 ആണ്. പക്ഷേ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ 2π/3 അല്ല. കാരണം തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നോക്കുക. സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 +π/2 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ 2π/3 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഈ ഒരു ഇൻ്റർവെലിനകത്ത് ഉൾപ്പെടുമോ ഇല്ലയോ ചെക്ക് ചെയ്യുക. സോ ഇവിടെ പൈക്ക് എന്ത് ചെയ്യുക, 180 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് ഇതിനകത്ത് വരുന്ന വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്താൽ ഇതൊരു എലമെൻ്റ് ആയിരിക്കില്ല. സോ ഈ ഒരു ഇൻ്റർവെലിനകത്തല്ല 2π/3 വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ആംഗിൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഉൾപ്പെടാത്ത കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ തന്നിരിക്കുന്ന ആംഗിളിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ സൈൻ ഇൻവേഴ്സ് സൈൻ ഈ ഒരു 2π/3യെ നമുക്ക് π-π/3 എന്ന് എഴുതാൻ പറ്റും. സോ ഇത് ക്രോസ് ചെയ്ത് കിട്ടും π × 3 3π ഇങ്ങനെ ക്രോസ് ചെയ്താൽ -π ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മുകളിൽ 2π എന്നതിന് വരും, താഴെ 1 × 3 3 എന്ന് കിട്ടി. സോ എന്താണ്, നമുക്ക് ഈ 2π/3യെ π-π/3 എന്ന് മാറ്റി എഴുതാം. സോ ഇനി ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറി സൈൻ ഇൻവേഴ്സ് സൈൻ π-π/3 എന്നായി. ഇനി സൈൻ π-θയുടെ വാല്യൂ സൈൻ തീറ്റയാണ്. സോ ഇവിടെ അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് സൈൻ π-θ സൈൻ തീറ്റയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഒരു സൈൻ π-π/3യെ സൈൻ π/3 എന്ന് തന്നെ എഴുതാൻ പറ്റും. സൈൻ π-θ സൈൻ തീറ്റ ആയതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മാറി നമ്മളെങ്ങനെ വന്നു, സൈൻ ഓഫ് സൈൻ π/3 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഈ ഒരു സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസലായ ബാക്കി π/3 എന്ന് കിട്ടും. സോ ഈ കിട്ടിയ π/3 വീണ്ടും നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ നോക്കുകയാണെങ്കിൽ π/3 ഈ ഒരു ഇൻ്റർവെല്ലിലെ എലമെൻ്റ് ആണ്. സോ ഇതിനിടയ്ക്ക് വരുന്ന വാല്യൂ ആണ് π/3 എന്ന് പറയുക. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3യുടെ ആൻസർ π/3 ആയിരിക്കും. സോ ചെയ്ത് നോക്കുക നിങ്ങൾ. നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് 17ാമത്തെ ചോദ്യമാണ്. അതും ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4 ആണ്. ഇവിടെ ആദ്യം എന്ത് ചെയ്യുക, ടാൻ ഇൻവേഴ്സും ടാനും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം ക്യാൻസലായി പോയിട്ട് ബാക്കി 3π/4 എന്ന് കിട്ടും. പക്ഷേ ഇതിൻ്റെ ആൻസർ 3π/4 അല്ല. കാരണം വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നോക്കുക. ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുക -π/2 +π/2 ആണ്. സോ ഈ കിട്ടിയ 3π/4 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ ഈ ഒരു ഇൻ്റർവെലിനകത്ത് എലമെൻ്റ് ആയിരിക്കില്ല. സോ എന്ത് ചെയ്യുക, വീണ്ടും കിട്ടിയ ആംഗിൾ ഏതാണോ അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 ആണ്. അതിന് നമ്മൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4നെ മാറ്റിയിട്ട് π-π/4 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ താഴെ എന്ത് അത് മാത്രം മാറുന്നുള്ളൂ, π/4 π-π/4. ഇവിടെ 2π/4 3 ആയിരുന്നെങ്കിൽ π-π/3 എന്ന് എഴുതുക. സോ എന്ത് ചെയ്യുക, π-π/4 എന്നായിരിക്കും വരിക. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ടാൻ π-π/4നെ ടാൻ π/4 എന്ന് എഴുതുക. കാരണം ടാൻ π-θയുടെ വാല്യൂ ടാൻ തീറ്റയാണ്. ടാൻ π-θ ടാൻ തീറ്റ ആയതുകൊണ്ട് ടാൻ π-π/4ൻ്റെ വാല്യൂ ടാൻ π/4 എന്നായിരിക്കും വരിക. സോ എന്ത് ചെയ്തു, ഈ ഒരു വാല്യൂവിന് പകരം നമുക്കിവിടെ ടാൻ π/4 എന്ന് എഴുതാം. വീണ്ടും നമ്മൾ ഒരു റിസൾട്ടോട് ആലോചിക്കുക, ടാൻ തീറ്റയെ ടാൻ θ എന്നാണ് നമ്മൾ എഴുതുക. നമ്മൾ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാൻ തീറ്റയെ ടാൻ θ എന്ന് മാറ്റി എഴുതാം. സോ എന്ത് ചെയ്തു, നെഗറ്റീവ് ഈ ഒരു ആംഗിളിൽ കൊടുത്തു. ഇനി ടാൻ ഇൻവേഴ്സും ടാനും ഇവിടുന്ന് ക്യാൻസലായിപ്പോയി, ബാക്കി ഇവിടെ വരിക -π/4 ആണ്. ഇനി വീണ്ടും എന്ത് ചെയ്യുക, കിട്ടിയ ഈ ഒരു എലമെൻറ്റ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഉണ്ടോ എന്ന് നോക്കുക. സോ -π/4 എന്ന് പറയുന്നത് -π/2നും +π/2നും ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ആണ്. സോ എന്തായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -π/4 ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യുക 20ാമത്തെ ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ LHS എന്ന് പറയുന്നത് ഇതാണ്, സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് -1/2 ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്ന കാര്യം,
ഈ ഒരു സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 മാറ്റിയിട്ട് നമുക്ക് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാൻ പറ്റും. സോ നമ്മൾ പഠിച്ച റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് തീറ്റയെ മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് തീറ്റ എന്നാണ് എഴുതുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നെഗറ്റീവ് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് നെഗറ്റീവും കൂടെ പ്ലസ് എന്ന് വരുന്നിടക്ക്. സോ ഇങ്ങനെ വരും ക്വസ്റ്റ്യൻ, സൈൻ ഓഫ് π/3 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്നാവും നമ്മുടെ ക്വസ്റ്റ്യൻ മാറി. സോ ഇനി വീണ്ടും നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത റിസൾട്ട് ഇതായിരുന്നു, സൈൻ ഇൻവേഴ്സ് മൈനസ് തീറ്റയെ മൈനസ് സൈൻ ഇൻവേഴ്സ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അത് വെച്ചാണ് ഒരു നെഗറ്റീവ് പുറത്ത് കൊടുത്ത് നടുക്ക് പ്ലസ് ആയി. വീണ്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന ടേമുണ്ട്. സോ ഇതിൻ്റെ അർത്ഥം സൈന് ഏത് ആംഗിളിലാണ് 1/2 വരിക എന്ന് നോക്കുക. സൈന് 1/2 വരുന്നത് π/6 സോ എന്തായിരിക്കും, സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ π/6 ആണ്. സോ വാല്യൂ എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വീണ്ടും മാറുന്നു, സൈൻ ഓഫ് π/3 പ്ലസ് π/6 എന്ന് വന്നു. സോ വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു അകത്തുള്ള ടേം ഒന്ന് ആഡ് ചെയ്യാം, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക π/2 എന്നായിരിക്കും. സോ ക്വസ്റ്റ്യൻ വീണ്ടും മാറിയിട്ട് സൈൻ π/2 എന്നായി. ഇനി സൈൻ π/2 അല്ലെങ്കിൽ സൈൻ 90യുടെ വാല്യൂ 1 ആണ്. സോ എന്ത് ചെയ്തു, ഇത് ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 21ാമത്തെ ക്വസ്റ്റ്യനാണ്. സോ 21ാമത്തെ ചോദ്യം ഇതാണ്, ടാൻ ഇൻവേഴ്സ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3യുടെ വാല്യൂ ആണ് വേണ്ടത്. നമ്മൾ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ടാൻ ഇൻവേഴ്സ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് -√3 ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച ഒരു റിസൾട്ട് അപ്ലൈ ആണ് ഈ ഒരു മെത്തേഡല്ല. സോ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്കറിയാവുന്ന റിസൾട്ട് ഇതാണ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് തീറ്റയെ മൈനസ് കോട്ട് ഇൻവേഴ്സ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. കോട്ട് ഇൻവേഴ്സ് മൈനസ് തീറ്റയെ അങ്ങനല്ല, കോട്ട് ഇൻവേഴ്സ് മൈനസ് തീറ്റയെ നമ്മൾ എഴുതുക π- കോട്ട് ഇൻവേഴ്സ് തീറ്റ എന്നാണ്. നമ്മൾ പഠിച്ച റിസൾട്ടായിരുന്നു, കോട്ട് ഇൻവേഴ്സ് മൈനസ് തീറ്റയെ π- കോട്ട് ഇൻവേഴ്സ് തീറ്റ എന്നാണ് എഴുതുക. സോ ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ടേം ടാൻ ഇൻവേഴ്സ് √3 അതുപോലെ ബാക്കി നെഗറ്റീവ് ഓഫ് പിന്നെ വരിക π- കോട്ട് ഇൻവേഴ്സ് തീറ്റയാണ്. സോ മൈനസ് പൈയും ഈ ഒരു മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ നെഗറ്റീവ് പറയുന്നതായി പോവും, പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3 എന്ന് വരും. സോ നമ്മുടെ കോട്ട് ഇൻവേഴ്സ് മൈനസ് തീറ്റയെ π- കോട്ട് ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുന്ന റിസൾട്ട് അപ്ലൈ ചെയ്ത് ഇവിടെ ഒരു മൈനസ് കൊണ്ട് ഓപ്പൺ കൂടെ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സോ കിട്ടുന്ന ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വാല്യൂ, ടാൻ ഇൻവേഴ്സ് √3 മൈനസ് π പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3 എന്ന് കിട്ടും. ഇനി വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ ടാൻ ഇൻവേഴ്സ് √3 ഉണ്ട്, അതുപോലെ പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3 ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച മറ്റൊരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ π/2 ആണ്. സോ ഇവിടെ എന്താണ്, രണ്ടിടത്തും ആംഗിൾ √3 തന്നെയാണ്, സെയിം വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 എന്ന് പറയുന്ന ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അത് അപ്ലൈ ആണെങ്കിൽ ഇവിടെ നാണ്ടായി ടാൻ ഇൻവേഴ്സ് √3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3ക്ക് പകരം നമുക്ക് π/2 എന്ന് കൊടുക്കാൻ പറ്റും. സോ ബാക്കി അവിടെ ഉള്ളതൊരു -π ആണ്, ആ -π അതുപോലെ കൊടുത്തു. വീണ്ടും ഇതൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ π/2 -πയുടെ വാല്യൂ -π/2 എന്ന് കിട്ടും. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. സോ ബാക്കി നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചെയ്യാതെ വിട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. സെയിം മോഡൽ ക്വസ്റ്റ്യനാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ് ചെയ്യാതെ പോയത്. സോ അത് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യനെല്ലാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എഴുതി നോക്കണം. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പേപ്പറിൽ എഴുതി ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് വരിക.